ഉണ്ടാക്കാൻ തോന്നുന്ന ആൾക്കാരാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ലാലേട്ടൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ജേണിയിൽ ലാലേട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫീലാണ്. എന്താണെന്നില്ല, ഇത് വളരെ അടുപ്പം ഉള്ള ഒരാൾ ഒരുപാട് പേരുടെ സ്നേഹം നേടാൻ പോകുന്ന ഒരു മൊമെന്റിന്റെ തുടക്കമാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, വിസ്മയുടെ തൊട്ടടുത്ത് സിനിമയുണ്ട്, വിസ്മയുടെ ആയിക്കോട്ടെ ആഷിഖിന്റെ ആയിക്കോട്ടെ. അതുകൊണ്ട് ആകാം സിനിമ ഇത് സംഭവിക്കുന്നത് ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ടാവും, അങ്ങനെ പല ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു ചെറിയ വ്യത്യാസമുള്ള, ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രോഡക്റ്റ് കണ്ട ആളാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി, ഒരു പോസിറ്റിവിറ്റി തോന്നി എന്ന് ഞാൻ എന്താ പറയുന്നത്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവരിലേക്ക് എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സിനിമ അടുത്തുള്ളത് കൊണ്ടല്ല ഈ സിനിമ സംഭവിച്ചത്, വിസ്മയുടെ അടുത്തുള്ളതുകൊണ്ടല്ല. സിനിമയോട് വിസ്മയ്ക്ക് അത്രയും ഇഷ്ടമുള്ളത് സിനിമ വിസ്മയിലേക്ക് എത്തിയതാണെന്ന് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും എന്ന ഒരു വിശ്വാസം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നും. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ട് തരുന്നു. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ലാലേട്ടന്റെ പടം തുടരുവാണ്. അപ്പോ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ലാലേട്ടന്റെ സിനിമ എത്ര പേരായിരിക്കും കാണുന്നതെന്നുള്ളൊരു സത്യം. എത്ര പേരാണ് ഓരോ മൊമെന്റും എൻജോയ് ചെയ്യുക തിയേറ്ററിൽ അല്ലെങ്കിൽ അതിന് ശേഷം. അപ്പം അതിന്റെ ശബ്ദം, സൗണ്ട് ഡിസൈൻ ചെയ്യുക, എനിക്ക് തോന്നുന്നു എല്ലാവരും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. ലാലേട്ടനിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു മോഹൻലാൽ സിനിമയിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പോ അത് വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഇപ്പോ ഇനി നമുക്കെല്ലാവർക്കും കിട്ടിയ ഒരു നല്ല നടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിലേക്കുള്ള ഒരു യാത്രയുടെ കൂടെ ഒരു പാർട്ടാകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല. അതിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഈ പറയുന്നത് ജോഡിന്റെ ഡയറക്ഷനിൽ അത് നമുക്കൊരു ഫ്രീഡം ഡയറക്ടർ തന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആഗ്രഹത്തിന് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ആൾക്കാർ, ഇപ്പം ജെക്സിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, ജെക്സിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, അത് എഡിറ്റ് ചെയ്ത് ചണമായിക്കോട്ടെ, ഇതൊരു ടോട്ടാലിറ്റിയിൽ നമ്മൾ ആ ഒരേ ആഗ്രഹത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ടോട്ടൽ പ്രോഡക്റ്റ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമയായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ പാട്ടാകാൻ കഴിഞ്ഞതിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും എനിക്ക് അതിന്റെ എല്ലാ സന്തോഷവും. So one last question and നമ്മൾ wind up ചെയ്യും. Thank you. One last question for Akhil. Akhil, കളയാണെങ്കിലും എല്ലാവരും നമ്മൾ 2018 വരുവാണെങ്കിലും ഇതിലൊക്കെ നമ്മൾ ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സിനിമാറ്റോഗ്രാഫി ആളുകൾ ഭയങ്കര വെൽക്കം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നടക്കാതെ ഒരുപാട് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ആസ്പെക്റ്റിൽ കൂടെ വെച്ചിട്ട് അതായത് നമ്മുടെ സിനിമ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ അധികം ഇതിൽ പറയുന്നില്ല. പോട്ടെ എന്നാൽ പോലും ആ സമയത്തുണ്ടായ എഫേർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എഫേർട്ടൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ആദ്യം സ്റ്റാർട്ട് ചെയ്ത ജോണിന്റെ ഫാനാണ് പുള്ളി. വേറെ പടങ്ങളുടെ ഡേറ്റ് ഇഷ്യൂസുമായ പ്രശ്നങ്ങളുകൊണ്ട് പുള്ളി മാറി, ഞാൻ വന്നു. പ്ലസ് ഇതിന്റെ സുദീപും കൂടി ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇതിൽ 5 സീസൺസ് വർക്ക് ചെയ്തിട്ടില്ല. സുദീപും ജോമോഞ്ചേട്ടനും 5 സീസൺസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മെയിൻലി സീൻസ് ആയിരുന്നു കൂടുതലും വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ 5 സീസൺസിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇവിടെ അടുത്ത പടം മോഹൻലാൽ സാറിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത പടം അല്ല പറഞ്ഞു അങ്ങനെയല്ല, ചർച്ച ചെയ്യുന്നുണ്ട്, കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തു. തുടക്കത്തിന്റെ ഒരു തുടക്കം വിസ്മയുടെ കൂടി ഒരുങ്ങി ഇനി ലാലേട്ടനെ വെച്ച് 3 മക്കളെ കൂട്ടി ഒരു സിനിമ അങ്ങനെ ഒരു ഭാഗ്യം ചേട്ടൻ പ്രൊഡ്യൂസർ അങ്ങനെ ഒരു ഭാഗ്യം അത് പറയാൻ ഒരു നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത് ഞാൻ 5ാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത്ര ഫ്രീഡം തരുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് നോക്കുന്നത്. എന്ത് വേണമെങ്കിലും ഏത് ആർട്ടിസ്റ്റിന് വേണമെങ്കിലും എന്ത് എക്യുപ്മെന്റ് വേണമെങ്കിലും ഏത് ടെക്നീഷ്യന് വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഷൂട്ട് കളയാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഞാൻ ആദ്യമായിട്ടാണ്. അതായത് നമ്മൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ചിലപ്പോൾ ഒരു 2 ദിവസം നമ്മൾ ചാക്കരം കൂടും, മോനെ അത് സാരമില്ല, പുതിയ കുട്ടിയില്ല, ഇത്ര തെക്കുള്ളൂ. പിന്നെ ഞാൻ എനിക്ക് തോന്നി, ഞാൻ മായയുടെ തോന്നി മായ എനിക്ക് പ്രശ്നമില്ല, പ്രൊഡ്യൂസർക്ക് പ്രശ്നമില്ല, പിന്നെ ആർക്കാണ് കുഴപ്പം, മായ ധൈര്യമായിട്ട് വിളിച്ചു. അതൊരു ഭയങ്കര ബലമായിരുന്നു. കാരണം അങ്ങനെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു വാക്ക് എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് കാര്യം.
So thank you everyone. Thank you so much. A big thanks to